ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ ഒരു 8:30-9 മണിയായിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റ് വന്ന് വാതിക്ക് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് നമ്മുടെ ചാനലിൽ ഞാൻ ഇതുവരെ ലോങ് വീഡിയോസ് ഇട്ടിട്ടില്ല. സോ ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്താലോ, ലൈക്ക് ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് അങ്ങനെ എന്തെങ്കിലും എടുത്താലോ ഒന്ന്. സോ ദാറ്റ്സ് ഇറ്റ്. ആക്ച്വലി ഞാൻ ലീവായിരുന്നു, ചുമ്മാ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ലീവ് എടുത്ത്. പിന്നെ ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയേ കാണാം. ബ്രേക്ക്ഫാസ്റ്റിന് ആക്ച്വലി അപ്പവും കിഴങ്ങുമായിരുന്നു വീട്ടിൽ. എനിക്കത് വേണ്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ പൂരി ഉണ്ടാക്കി കിഴങ്ങറിയായിട്ട് കഴിച്ചു. പിന്നെ വീട്ടിൽ നിന്നപ്പോൾ അത്യാവശ്യം നല്ല സമയമുള്ളത് കൊണ്ട് ഞാൻ നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് ഹെയർ നല്ലപോലെ മസാജൊക്കെ ചെയ്തിട്ട് നല്ലൊരു ഷാംപൂ വാഷാണ് ചെയ്തത്. ഹായ്, അപ്പോൾ ഞാൻ എന്താ കുളിച്ചിട്ടൊക്കെ വന്നതാണ്. ഇനി നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. ആകെ 3 കാര്യമുള്ളൂ: സൺസ്ക്രീൻ, ലിപ് ബാം ആൻഡ് മോയ്സ്ചറൈസർ. ഓക്കെ, എല്ലാം കഴിയാറായിരിക്കുക. കുറേ നാളായി എല്ലാം വാങ്ങിച്ചിട്ട്. ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നുണ്ടെങ്കിലും അത് സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. ഒന്നും പറയുന്നില്ല, ഇനി അടുത്ത വട്ടം എനിക്ക് ഒഴിവാകും. ശരിക്കും പുറത്ത് നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, നിങ്ങൾ ആ ഗ്ലോ കാണുന്നുണ്ടോ? സാധാരണ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴല്ലോ സൺസ്ക്രീൻ ഒന്നും ഇടാറില്ല, പുറത്തേക്ക് പോകുമ്പോഴേ ഇടുന്നത്. ഇന്ന് ഞാൻ ഓർത്തു വീഡിയോ ഒക്കെ ചെയ്യുമല്ലേ, അപ്പം എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ, ഇടാമെന്ന് ഓർത്തു. അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളേ. 2 ഫിംഗർ റൂൾ 3 ഫിംഗർ റൂൾ അങ്ങനെയൊന്നുമില്ല, എനിക്ക് തോന്നിയ പോലെയൊക്കെ ഞാൻ ഇടുന്നത്. ശരിക്കും ഈ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഗ്ലോ ഉണ്ടല്ലോ, എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും മറ്റേ നമ്മൾ എണ്ണയിൽ മുക്കിയെടുത്ത പോലെ ഇരിക്കും. ബട്ട് ആക്ച്വലി ഐ ലവ് ദിസ്. ഓക്കെ, ഉച്ചയായി, ഇനി ഫുഡ് കഴിക്കണം. ഉച്ചയ്ക്ക് ചോറിന് കഴിക്കാൻ മോര് കാച്ചിയതും പടവലങ്ങ തോരനും പിന്നെ ഒരു ഉള്ളിക്കറിയല്ല, ഉള്ളിയും പാവയ്ക്കയും കൊണ്ടുള്ളൊരു കറിയായിരുന്നു. പിന്നെ അടുത്ത വീട്ടിലൊരു കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉടനെ എൻ്റെ അനിയത്തി കോളേജ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മളങ്ങനെ ടെറസിൽ സൺസെറ്റൊക്കെ നോക്കി നിന്നു. ഗൈസ്, നമ്മളിവിടെ നമ്മുടെ അടുത്ത അമ്പലത്തിൽ ഉത്സവമാണ്, അത് കാണാൻ പോവുക. പെട്ടെന്ന് പ്ലാൻ ചെയ്താൽ നമ്മൾ ഉത്സവത്തിന് പോകുന്ന ഓർത്ത്. അതില്ലായിരുന്നെങ്കിൽ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുത്തേനെ. പിന്നെ നമ്മൾ പോയത് വാരണാട് അമ്പലത്തിലായിരുന്നു, ചേർത്തല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ സിംഗർ മധു ബാലകൃഷ്ണൻ്റെ ഗാനമേള നടക്കുമായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സ്റ്റേജിൻ്റെ അടുത്തേക്കൊന്നും നമുക്ക് പോകാനൊന്നും പറ്റിയില്ല. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഇവർ സ്ക്രീൻ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല സ്പീക്കറൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി കുറച്ച് നേരം ഗാനമേളയൊക്കെ കേട്ട് നിന്നു. ഉത്സവത്തിൻ്റെ അന്ന് തന്നെ രാത്രി അവിടെ ഗരുഡൻ തൂക്കമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതുവരെ ഒന്നും നിന്നില്ല. അപ്പോൾ അതിൻ്റെ സംഭവമൊക്കെ അവിടെ അലങ്കരിച്ച് വെച്ചേക്കുന്നതൊക്കെ കാണാൻ പോയി. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഓട്ടോ പിടിച്ചു നേരെ വീട്ടിലേക്ക് പോയായിരുന്നു. അപ്പോൾ പോണ വഴിയുടെ ഇവിടെ വേറൊരു അമ്പലത്തിലും ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ ചുമ്മാ വീഡിയോ എടുക്കുമായിരുന്നു. അങ്ങനെ നമ്മളൊരു രാത്രി ഒരു 10:30-10:45 വീട്ടിൽ വന്നപ്പോൾ. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ ഞാൻ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ നിങ്ങളെ കാണിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞാൻ പോയി മുഖമൊക്കെ കഴുകി സ്കിൻ കെയർ ഒക്കെ ചെയ്തു കിടക്കാൻ പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.